മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ സാംസ്കാരിക സമ്പത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന വിദേശ പരാമർശങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിരുകടക്കുകയാണ്. നോക്കാം വിശദമായി. സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വർഗീയപരമായ നിരവധി വേട്ടയാടലുകളാണ് താരത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് ഒപ്പമുണ്ട് എന്ന ഉറപ്പാണ് മലയാളത്തിന്റെ മഹാനടന് കേരളം നൽകുന്നത്. ഇപ്പോഴിതാ ടർബോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തിറക്കിയ വീഡിയോയിൽ പ്രേക്ഷകരുടെ സ്നേഹത്തെക്കുറിച്ച് താരം പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത്. പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിലും ധൈര്യത്തിലുമാണ് താൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ് മമ്മൂട്ടി പറയുന്നത്. 42 കൊല്ലമായി പ്രേക്ഷകർ കൂടെയുണ്ടെന്നും ഇനിയും തന്നെ കൈവിടില്ല എന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 42 കൊല്ലമായി വിട്ടിട്ടില്ല, ഇനി വിടത്തില്ല എന്നാണ് താരം വീഡിയോയിൽ പറയുന്നത്. ഈ സിനിമയിൽ 2 ആളുകളുടെ അനുഭവമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നടന്ന ഒരു തട്ടിപ്പിന്റെ കഥയുമുണ്ട്. അതിപ്പോഴും നടക്കുന്ന, ഇനിയും നടക്കാൻ സാധ്യതയുള്ള തട്ടിപ്പ്. നമ്മൾ പലതും അറിയുന്നില്ല എന്നുള്ളൂ. ഈ സിനിമയുടെ കഥയുടെ ആധാരം ജോസിന് പറ്റുന്ന ഒരു കയ്യബദ്ധമാണ്. ജോസ് ഒരു മാസ് ഹീറോയല്ല, ജോസ് നിഷ്കളങ്കനാണ്. എന്തു കണ്ടാലും ചാടിയിറങ്ങുന്ന ഒരു പാവത്താൻ. ജോസ് ചട്ടമ്പിയോ തെമ്മാടിയോ വഴക്കാളിയോ ഒന്നുമല്ല, ഒരു ഡ്രൈവറാണ്. ജോസിന് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് ഒരു വലിയ അടിയാണ്. അവിടെ പതറിപ്പോകും. ഈ സാഹചര്യത്തിൽ ഒരു ശക്തി എവിടെന്നോ വന്നു ചേരും. അതുപോലെയാണ് ജോസിനൊരു ശക്തി ഉണ്ടാവുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് ടർബോ എന്ന് വിളിക്കാം. ഇടിക്കാൻ വേണ്ടിയുള്ള ഇടിയല്ല, ഇടി കൊള്ളാതിരിക്കാനുള്ള ഇടിയാണ് സിനിമയിലുള്ളത്. വേണമെങ്കിൽ ഇതിന് സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയാം. കഥയുടെ ഒരുപാട് ഭാഗങ്ങൾ തമിഴ്നാട്ടിലാണ് സംഭവിക്കുന്നത്. തമിഴ് കഥാപാത്രങ്ങളും ഒരുപാട് വന്നു പോകുന്നുണ്ട്. തെലുങ്ക് താരങ്ങളും ഒരുപാടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച 1-2 സംഭവങ്ങൾ സിനിമയിൽ ചേർത്തിട്ടുണ്ട്. കഥയുമായി ചേർന്ന് പോകുന്ന ചെറിയ തമാശകൾ, കുടുംബ ബന്ധങ്ങൾ, വികാരവിക്ഷോഭങ്ങൾ, ദേഷ്യം, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ സ്വാഭാവികമായി മനുഷ്യൻ ചെയ്യുന്നതൊക്കെയാണ് സിനിമയുടെ ബലം. ഇങ്ങനെയൊരു തരം സിനിമ കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ചെലവേറിയ സിനിമയാണിത്. കുറച്ചൊക്കെ പോയിട്ടും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഇതിൽ ഇട്ടിരിക്കുകയാണ്. ഇതിന് മുടക്കിയത് വന്നാൽ അടുത്തത് ഇറക്കാം. ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. 42 കൊല്ലമായി ഇവർ കൈവിട്ടിട്ടില്ല, ഇനി വിടത്തുമില്ല. സിനിമയിലെ സംഘട്ടന രംഗങ്ങളെല്ലാം കൂടുതൽ സമയമെടുത്താണ് ചെയ്തത്. 120 ദിവസത്തോളം ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും ആക്ഷനായിരുന്നു. എന്തെങ്കിലും തട്ടുകേട് വന്നാൽ കാത്തോളണം. കാർ ചേസിംഗ് രംഗമെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല ചെലവായിരുന്നു. എൻ്റെ കമ്പനിയാണെങ്കിൽ കൂടി ഞാൻ ജോലി ചെയ്യുമ്പോൾ പ്രതിഫലം വാങ്ങണമെന്നാണ് കണക്ക്. അതുകൊണ്ട് എൻ്റെ ശമ്പളം എഴുതിയെടുത്തേ പറ്റൂ. അതിന് നികുതിയും നൽകണം. ഇതായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ.